എവ്രിവൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് സ്കെയിലായിട്ടുള്ള മൂവ്മെൻറ്റ് ഓഫ് എയറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ലാർജ് സ്കെയിൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ആൻഡ് ടുഗദർ വിത്ത് ഓഷ്യൻ സർക്കുലേഷൻ ഈസ് ദ മീൻസ് ബൈ വിച്ച് തെർമൽ എനർജി ഈസ് റീഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് എന്നുള്ളതാണ്. അപ്പോൾ തെർമൽ എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഈ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്നുള്ളത് കൊണ്ടാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ സർക്കുലേഷൻസ് ലാറ്റിറ്റ്യൂഡിനൽ സർക്കുലേഷൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലേഷൻ എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻസ് ആണുള്ളത്. ലാറ്റിറ്റ്യൂഡിനൽ സർക്കുലേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സർക്കുലേഷനാണ് ലാറ്റിറ്റ്യൂഡിനൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. എയറിൻ്റെ മൂവ്മെൻറ്റ് നോർത്ത് ടു സൗത്ത് ആണ് എയർ മൂവ്മെൻറ്റ്സ് വരുന്നെങ്കിൽ അത്തരത്തിലുള്ള സർക്കുലേഷൻസിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ സർക്കുലേഷൻസ് എന്നാണ് പറയുക. ഇത് പ്രധാനമായിട്ടും ഇക്വേറ്റർ പോലുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസസ് കാരണമാണ് രൂപീകൃതമാകുന്നത്. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ സർക്കുലേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഇത് നോർത്ത് സൗത്ത് മൂവ്മെൻറ്റ്സ് ഓഫ് എയറിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ സർക്കുലേഷൻസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഇക്വേറ്ററും പോളും തമ്മിലുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാറ്റിറ്റ്യൂഡിനൽ സർക്കുലേഷൻസ് രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സെൽസ് ആണുള്ളത്: ഹാർട്ട്ലി സെല്ല്, ഫെറൽ സെൽ ആൻഡ് പോളാർ സെല്ല്. അപ്പോൾ ഈ ഹാർട്ട്ലി സെല്ലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത്. ബാക്കി രണ്ടും ഒരു ലാറ്റിറ്റ്യൂഡിനൽ സർക്കുലേഷൻ തന്നെ ആണെങ്കിൽ പോലും ഹാർട്ട്ലി സെല്ലിൻ്റെ അത്ര ഗൗരവമുള്ളതല്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലേഷൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള എയർ ഫ്ലോയെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലാൻഡും വാട്ടറും തമ്മിലുള്ള അൺഈക്വൽ ആയിട്ടുള്ള ഹീറ്റിംഗ് കാരണമായിരിക്കാം ചിലപ്പോൾ ഇത് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സർഫേസ് ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെയിം ലാറ്റിറ്റ്യൂഡിനകത്ത് തന്നെയുള്ള പ്രഷർ ഡിഫറൻസ് കാരണവും ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലേഷനുള്ള പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വാക്കർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഹാർട്ട്ലി സെല്ല്, എന്താണ് ഫെറൽ സെല്ല്, എന്താണ് പോളാർ സെല്ല്, എന്താണ് വാക്കർ സർക്കുലേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഹാർട്ട്ലി സെൽ എന്ന് പറയുന്ന സമയത്ത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഹീറ്റിംഗ്, ഇക്വേറ്ററിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഹീറ്റിംഗ് കാരണം അവിടെയുള്ള എയർ എന്ന് പറയുന്നത് പോൾവേർഡിലേക്ക് റൈസ് ചെയ്യാണ്. ഓക്കെ, പോൾവേർഡിലേക്ക് റൈസ് ചെയ്തതിന് ശേഷം ഒരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആകുമ്പോൾ, ഒരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആവുന്ന സമയത്ത് ഈ എയർ കൂളാവുകയും അവിടെ ഡിസെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകൾ രൂപീകൃതമാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലാണ് ഈ ഇക്വേറ്ററിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഹീറ്റ് കാരണം റൈസ് ചെയ്യുന്ന കാറ്റ് പോയി ഇറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഹൈ പ്രഷറിൽ ഈ ഇത്തരം എയർ അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എയറിന് ഒരിക്കലും ഒരു സ്ഥലത്ത് പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. അതിനെന്തായാലും ഫ്ലോ ചെയ്തേ മതിയാവൂ. അപ്പോൾ ഈ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്നും ലോ പ്രഷർ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യും, ഒരു എയറിൻ്റെ ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ എന്ന് പറയുന്നത് സർഫേസ് ഫ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഒരു സർഫേസ് ഫ്ലോ ഉണ്ടാവുന്നു. ഇതാണ് നമ്മുടെ ട്രേഡ് വിൻസിനും വെസ്റ്റേർലീസിനും കാരണമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെല്ലാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലാണ് നമ്മുടെ ഹാർട്ട്ലി സെൽ എന്ന് പറയുന്നത്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്നും സബ് ട്രോപ്പിക്കൽ ലോ പ്രഷർ ബെൽറ്റിനും ഈ വരുന്ന ഒരു സർക്കുലേഷൻസ് ആണ് ഹാർട്ട്ലി സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 30 ഡിഗ്രി ആൻഡ് 0 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ്, ഒരു 0 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ് ഈ ഒരു ഹാർട്ട്ലി സെല്ലുകൾ വർക്ക് ചെയ്യുന്നത്. ആദ്യം ടെമ്പറേച്ചർ, ഇൻറ്റൻസ് ആയിട്ടുള്ള ഹീറ്റ് കാരണം ഇക്വേറ്ററിൽ നിന്നുള്ള ടെമ്പറേച്ചർ റൈസായി മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും അവിടെ ഒരു 30 ഡിഗ്രി ആ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഇത് വളരെയധികം എയർ കൂളാവുകയും വീണ്ടും അത് തിരിച്ച് എന്ത് ചെയ്യുന്നു, ഇക്വേറ്ററിലേക്ക് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ഈ വരുന്നത് ട്രേഡ് വിൻസിൻ്റെ ഒരു ഭാഗം, ട്രേഡ് വിൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ഹാർട്ട്ലി സെൽ എന്നാണ് വിളിക്കുക.
അപ്പോൾ ട്രേഡ് വിൻസിന് റെസ്പോൺസിബിൾ ആവുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആണ് ഹാർഡ്ലി സെൽ എന്ന് പറയുന്നത്. എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട് ഏത് വിൻഡ് ആണ്, അതായത് ട്രേഡ് വിൻഡിനെ ട്രിഗർ ചെയ്യുന്നതായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ഏതാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. 3 പ്രധാനപ്പെട്ട സെല്ലുകളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഹാർഡ്ലി സെല്ലിൻ്റെയാണ്. ഇത് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനകത്തുള്ള സഹാറ, അറേബ്യൻ പോലുള്ള ഡെസേർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഹാർഡ്ലി സെല്ല് വളരെയധികം സഹായകരമാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർ അപ്പർ ഹൈ 30 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലേക്ക് പോയി അത് തിരിച്ച് ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള എയർ സ്വാഭാവികമായിട്ടും ഡെസേർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായകരമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ റെയിൻഫോളിന് സഹായകരമാകുന്ന ഒരു കാറ്റ് കൂടിയാണ് ഈ ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് വിൻസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റിയിലും വേരിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് വരുന്ന ഒന്നാണ് മിഡ് ലാറ്റിറ്റ്യൂഡ് സെൽ അല്ലെങ്കിൽ ഫെറൽ സെൽ എന്ന് പറയുന്നത്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് കാരണം രൂപീകൃതമാകുന്ന ഒന്നല്ല, തെർമലി ഡ്രൈവിംഗ് ആയിട്ടുള്ള സറൗണ്ടിങ് സെൽസിൻ്റെ സഹായത്തോടു കൂടി രൂപീകൃതമാകുന്ന ഒരു സെല്ലാണ് നമ്മുടെ ഫെറൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ട്രോപ്പിക്കൽ വാം എയറും അതുപോലെ തന്നെ പോളാറിൻ്റെ കോൾഡ് എയറും ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മിഡ് ലാറ്റിറ്റ്യൂഡ് സെൽ അല്ലെങ്കിൽ ഫെറൽ സെല്ല് രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെറൽ സെല്ല് രൂപീകൃതമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇക്വേറ്ററിൻ്റെ മേഖലകളിൽ ഹാർഡ്ലി സെൽ എങ്ങനെയാണോ വർക്ക് ചെയ്തിരുന്നത് സെയിം ആയിട്ടുള്ള ഒരു ഫിനോമിന തന്നെയാണ് മിഡ് ലാറ്റിറ്റ്യൂഡ് ഓർ ഫെറൽ സെല്ലിൻ്റെ ഭാഗങ്ങളിലും നടക്കുന്നത്. അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും മറ്റേ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റുകളിലേക്ക് ഒരു വെസ്റ്റേർലീസ് എന്ന് പറയുന്ന ഒരു വിൻഡിൻ്റെ ഫ്ലോ വരുന്നുണ്ട്. ഓക്കെ, ഈ വിൻഡ് ഒരു 60 ഡിഗ്രി എത്തുമ്പോഴത്തേക്കും കൂളായിട്ട് എഗെയിൻ സിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ളൊരു സിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ മിഡ് ലാറ്റിറ്റ്യൂഡ് ഓർ ഫെറൽ സെല്ലുകൾ രൂപീകൃതമാകുന്നത്. ഇത് പ്രധാനമായിട്ടും പോളാർ ഫ്രോണ്ട് ജെറ്റ് സ്ട്രീമുകൾ രൂപീകൃതമാകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഫെറൽ സെൽ എന്ന് പറയുന്നത്. കാരണം സ്ട്രോങ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിഫറൻസ് ഇവിടെ ഉണ്ടാവും. കാരണം ഇവിടെ ഒരു ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്നും പോകുന്ന വാമായിട്ടുള്ളൊരു കറണ്ട് ഉണ്ടാവും. പോളാർ ഇത് മുകളിൽ എത്തി ഒരു 60 ഡിഗ്രി ആകുമ്പോഴത്തേക്കും കോൾഡ് എയർ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പോളാർ ഫ്രോണ്ട് ജെറ്റ് സ്ട്രീമുകൾ രൂപീകൃതമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാർഡ്ലി സെല്ല് ഫോം ചെയ്യുന്നത് പോലെ തന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്നും ഒരു 60 ഡിഗ്രി നോർത്തിലേക്ക് എയർ അപ്വേർഡ് മൂവ്മെൻറ്റിൽ റൈസ് ചെയ്ത് പോവുകയും ഇത് 60 ഡിഗ്രിയുടെ ഭാഗങ്ങളിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ എയർ കൂളാവുന്നതിൻ്റെ ഭാഗമായിട്ട് എഗെയിൻ സിങ്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മിഡ് ലാറ്റിറ്റ്യൂഡ് സെല്ലിൻ്റെ അല്ലെങ്കിൽ ഫെറൽ സെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോർഷനിൽ ഒരു 60 to 90 ഡിഗ്രി ആ ഒരു ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് പോളാർ സെൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റുകളിലേക്ക് വിൻഡുകൾ വീശുന്നുണ്ട്. ഓക്കെ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റുകളിലേക്ക് വിൻഡ് വീശുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൾഡ് ആയിട്ടുള്ള പോളാർ എയർ വാമർ വെസ്റ്റേർലീസിനെ മീറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഫെറൽ സെൽ എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഫെറൽ സെല്ലിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വാം എയർ റൈസ് ചെയ്യുന്നു. ഈ ഒരു സോണിനെ, അതായത് ഈ വാം എയറും കോൾഡ് എയറും മീറ്റ് ചെയ്യുന്ന സോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ ഫ്രോണ്ട് എന്ന് വിളിക്കുന്നത്. സൈക്ലോണിക് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ അത്തരം മീറ്റപ്പിൻ്റെ ഒരു ഏരിയയിൽ വാം എയർ റൈസ് ചെയ്യുന്നു. റൈസ് ചെയ്ത വാം എയർ വീണ്ടും എന്ത് ചെയ്യുന്നു, പോളിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് വരുന്നത്. 90 ഡിഗ്രിയിൽ ആ ഒരു പോളിൽ എത്തുന്ന സമയത്ത് വീണ്ടും അത് കൂളാവുകയും താഴോട്ട് സിങ്ക് ചെയ്ത് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് പോളാർ സെല്ല്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സ്ഥലത്തും സംഭവിക്കുന്ന ഫിനോമിന എന്ന് പറയുന്നത് സിമിലർ ആണ്. ഹാർഡ്ലി സെല്ലിൻ്റെ ഭാഗങ്ങളിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും വരുന്ന വിൻഡ് ഇക്വിറ്റോറിയൽ മേഖലകളിലേക്ക് ഇറങ്ങുന്നു. ദെൻ ഇവിടെ നിന്ന് വീണ്ടും അതെന്ത് ചെയ്യുന്നു, തിരിച്ച്
ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് പോകുന്നു. ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും വീണ്ടും ഇക്വിറ്റോറിയൽ മേഖലകളിലേക്ക് സർഫേസ് വിൻഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സർഫേസ് വിൻഡ് ആയിട്ട് വരുന്നു. ഇതാണ് ട്രേഡ് വിൻഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വിൻഡുകൾ റൈസ് ആവുന്നുണ്ട്. ഓക്കെ, വെസ്റ്റേർലീസ് ആണ്. ഈ വെസ്റ്റേർലീസും ഇതുപോലെ 60 ഡിഗ്രി നോർത്തിൽ എത്തുന്ന സമയത്ത് എഗെയിൻ സിങ്ക് ചെയ്തിട്ട് ഹൈ പ്രഷറിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സർഫേസ് ഫ്ലോ കൂടിയാണ് ഈ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ. അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു, അറ്റ്മോസ്ഫിയറിൽ നിന്നും പിന്നെ സർഫേസ് വിൻഡ് ആയിട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളൊരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. പോളാർ സെല്ലിനകത്തും അതുപോലെ തന്നെയാണ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ആദ്യം ഒരു വിൻഡ് വരുന്നുണ്ട്. ദെൻ ആ വിൻഡ് വീണ്ടും എന്ത് ചെയ്യുന്നു, തിരിച്ച് പോളാർ സെല്ലിലേക്ക് തന്നെ പോകുന്നു. ഈ ഒരു ആക്ടിവിറ്റി, ഈ ഒരു സൈക്കിൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നതിനെയാണ് പോളാർ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സെല്ലുകളൊക്കെ ഏത് ഡിഗ്രികളുടെ ഇടയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹാർഡ്ലി സെൽ എന്ന് പറയുമ്പം 0 to 30 ഡിഗ്രിയാണ് നടക്കുന്നത്. ഫെറൽ സെല്ല് 30 to 60 ഡിഗ്രി വരെയും, പോളാർ സെൽ എന്ന് പറയുമ്പം 60 to 90 ഡിഗ്രി സെല്ലിൻ്റെയും ഇടയിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ ആണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. അവിടെ നടക്കുന്ന ഫിനോമിനാസ് എന്ന് പറയുന്നത് ഏറെക്കുറെ സിമിലർ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം വിൻഡിന്റെ അപ്വേർഡ് നടക്കുന്നു. വിൻഡ് എന്ന് പറയുന്നത് പെർമനൻ്റ്ലി ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്തൊരു ഫിനോമിനയാണ്. ഓക്കെ, അപ്പോൾ വിൻഡ് എന്ന് പറയുമ്പോൾ അത് ഫ്ലോ ചെയ്യണം, ഹൊറിസോണ്ടലി അത് ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ് കാരണം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ലാൻഡ് ആൻഡ് സീ സർഫേസിന്റെ ഹീറ്റിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ് കാരണം എയർ അപ്വേർഡ് മൂവ്മെന്റ് സംഭവിക്കുന്നു. ദെൻ അഗെയിൻ അത് സർഫേസ് വിൻഡ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഹാർഡ്ലി സെല്ല് 0 മുതൽ 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലാണ് ഇത് നടക്കുന്നത്. ദെൻ 30 ഡിഗ്രി നോർത്ത് ടു 60 ഡിഗ്രി നോർത്ത് വരെയുള്ള മിഡ് ലാറ്റിറ്റ്യൂഡ് സെല്ലുകളിൽ വെസ്റ്റേർലീസ് നടക്കുന്നു. ദെൻ അതിന് മുകളിൽ 90 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളിൽ പോളാർ സെല്ലും നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പം എന്താണ് ഫെറൽ സെൽ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോളാർ സെൽ എന്താണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, അപ്പം നോർത്ത് ആൻഡ് സൗത്ത് പോളുകളിൽ ഡെസേർട്ട് മേക്ക് ചെയ്യുന്നതിനും കൂടി പോളാർ സെൽ, അതായത് കോൾഡ് ഡെസേർട്ട്സ് മേക്ക് ചെയ്യുന്നതിന് പോളാർ സെൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ളൊരു സർക്കുലേഷനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു സർക്കുലേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് വാക്കർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ നിന്നും വെസ്റ്റേൺ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രേഡ് വിൻഡിൻ്റെ ഒരു ബ്ലോ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ട്രേഡ് വിൻഡ് വരുന്ന സമയത്ത് വളരെ മോയിസ്റ്റ് ആൻഡ് വാം ആയിട്ടുള്ള വാട്ടറിനെ വെസ്റ്റേൺ പസഫിക്കിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ജോലിയും അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും വരുന്ന വളരെ കോൾഡ് ആയിട്ടുള്ള എയർ വാം ആയിട്ടുള്ള എയറുമായിട്ട് മീറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റേൺ സൈഡ് റെയിൻഫോൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെയിൻഫോൾ ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഈസ്റ്റ് വേർഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എയർ, ഓക്കെ, ഈ റെയിൻ പെയ്ത് കഴിഞ്ഞിട്ടുള്ള റെയിൻഫോൾ സംഭവിച്ചതിന് ശേഷമുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ഈസ്റ്റ് വേർഡിലേക്ക് മൂവ് ചെയ്യുകയും, ഒരു അപ്പർ സർഫേസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. സർഫേസിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ സർഫേസിലേക്ക് മൂവ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള ഒരു വിൻഡ് ഈ ഒരു സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ ഡിസെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാക്കർ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്നുള്ള കോൾഡ് ആയിട്ടുള്ള ഒരു വിൻഡ് ഓസ്ട്രേലിയൻ ഇന്തോനേഷ്യയുടെ ഭാഗങ്ങളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും ഇവിടെയുള്ള വാമായിട്ടുള്ള എയറുമായിട്ട് കൂട്ടിമുട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് എയർ റൈസ് ചെയ്തിട്ട്, വാമായിട്ടുള്ള എയർ റൈസ് ചെയ്ത് ഇവിടെ റെയിൻഫോൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ദെൻ ബാക്കിയുള്ള ഡ്രൈ എയർ അറ്റ്മോസ്ഫിയറിലൂടെ അപ്പർ സർഫേസിൽ മൂവ്മെൻറ്റിലൂടെ ദെൻ സൗത്ത് അമേരിക്കയിലേക്ക് തന്നെ വീണ്ടും ഡിസെൻഡ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്പർ സർഫേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഓഷ്യൻ ത്രൂ ഓഷ്യനും അപ്പർ സർഫേസുമായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ വാക്കർ സർക്കുലേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വാക്കർ സർക്കുലേഷൻ വളരെയധികം വീക്കായി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എൽനിനോ എന്നാണ് വിളിക്കുക. അതായത് ചില സിറ്റുവേഷനിൽ ട്രേഡ് വിൻഡുകൾ വളരെയധികം വീക്കാവും. ഓക്കെ, അപ്പോൾ വീക്കാവുന്ന സാഹചര്യങ്ങളിൽ ഇതിനെ നമ്മൾ എൽനിനോ എന്ന് വിളിക്കുന്നു. ഈ എൽനിനോ ഏകദേശം 2 to 7 ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എപ്പോഴും ഉള്ളതിനേക്കാളും ട്രേഡ് വിൻഡ്
വളരെയധികം സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ഹെവി റെയിൻഫോൾ ഓസ്ട്രേലിയയിൽ സീ സർഫേസ് ടെമ്പറേച്ചർ വളരെയധികം ഹൈ ആവുകയും പസഫിക് ഓഷ്യൻ യൂഷ്വൽ ആയിട്ടുള്ള സീയിൽ നിന്നും കൂളർ ആവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയൻ ഡെസേർട്ടുകളിൽ വരെ റെയിൻഫോൾ കിട്ടുന്ന വളരെയധികം ഈ ഒരു വാട്ടർ സർക്കുലേഷൻ്റെ ഒരു ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ ലാനിന ഫേസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം വീക്കർ ആയിട്ടുള്ള ഒരു സെക്ഷനെ നമ്മൾ എൽനിന ഫേസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ വാട്ടർ സർക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഫേസ് ആണ്. ഇത് സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്നും ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇന്തോനേഷ്യയുടെ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൾഡ് ആയിട്ടുള്ള എയർ മാസ് വരുന്നുണ്ട്, കോൾഡ് ആയിട്ടുള്ള ഓഷ്യൻ കറന്റ് വരുന്നു. ഇത് അവിടെ നിലവിലുള്ള വാം ആയിട്ടുള്ള എയറുമായിട്ട് കൂട്ടിമുട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിൽ റെയിൻഫോൾ ഉണ്ടാവുകയും ബാക്കിയുള്ള എയർ എഗെയിൻ സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ ഡിസെൻഡ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതാണ് വാട്ടർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഫേസ് ആണ്. ഈ ന്യൂട്രൽ ഫേസ് വീക്ക് ആവുന്ന സിറ്റുവേഷനെ നമ്മൾ എൽനിന എന്ന് വിളിക്കുന്നു. അതായത് എൽനിനോ എന്ന് പറയുന്ന സമയത്ത് ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിൽ കൂളർ ആയിട്ടുള്ള സീ സർഫേസ് ആയിരിക്കും. ഓക്കെ, അത് ഉറപ്പായിട്ടും മാറിപ്പോവാതെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എൽനിനോ എന്ന് പറയുന്നത് ട്രേഡ് വിൻഡിൻ്റെ വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഈ സമയങ്ങളിൽ ഓസ്ട്രേലിയയിൽ കൂളർ ആയിട്ടുള്ള സീ സർഫേസ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ലാനിന ഫേസ് എന്ന് പറയുമ്പം ഓസ്ട്രേലിയയിൽ വാമർ ആയിട്ടുള്ള യൂഷ്വൽ സീ സർഫേസിനെക്കാളും അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെയധികം വാമർ ആയിരിക്കും. അപ്പോൾ ഇത് മഴയെ ഒന്നുകൂടെ ഇൻറ്റൻസിഫൈ ചെയ്യും. അതാണ് ലാനിനോ ഫേസ്. എൽനിനോ ഫേസ് എന്ന് പറയുമ്പം വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. അതായത് ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിൽ ഏകദേശം ഡ്രൗട്ട് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് എൽനിനോയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ക്ലൈമറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയുടെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡ് വിൻഡാണ് ഇതിൽ പ്രധാനപ്പെട്ടൊരു ഫിനോമിനയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രേഡ് വിൻഡ് വീക്കർ ആവുന്ന സിറ്റുവേഷനെ എൽനിനോ എന്നും ദെൻ ഇത് ഇൻറ്റൻസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ ലാനിനോ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ഫിനോമിനെ നമ്മൾ എൻസോ ഇവൻറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ എൻസോ ഇവൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ വീണ്ടും പഠിക്കേണ്ട ഒരു ടേമാണ് സദേൺ ഓക്സിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ സർക്കുലേഷൻ്റെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് സദേൺ ഓക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സദേൺ ഓക്സിലേഷൻ്റെ കാര്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് മെഷർ ചെയ്യുക. ഒന്ന്, ഓസ്ട്രേലിയയിലെ ഡാർവിൻ്റെ അവിടെയുള്ള പ്രഷറും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ തെഹദിയുടെ ഭാഗങ്ങളിലുള്ള പ്രഷറും ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പം ഡാർവിൻ ആ ഒരു മേഖലയിൽ ലോ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. തെഹദി മേഖലകളിൽ ഹൈ പ്രഷറാണ് ഉള്ളതെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ളൊരു വാട്ടർ സർക്കുലേഷൻ ആണ്. അത് പോസിറ്റീവ് ആയിട്ടുള്ള സദേൺ ഓക്സിലേഷൻ ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറയുക. കാരണം അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൺസൂൺ കിട്ടുന്നതിന് ഇന്ത്യ വളരെയധികം സഹായകരമാകാറുണ്ട്. ഇനി നെഗറ്റീവ് ആയിട്ടുള്ളൊരു സദേൺ ഓക്സിലേഷൻ ഇൻഡെക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഡാർവിൻ്റെ ഭാഗങ്ങളിൽ ഹൈ പ്രഷർ ഉണ്ടാവും, തെഹദിയുടെ ഭാഗങ്ങളിൽ ലോ പ്രഷർ ഉണ്ടാവും. ഇത് വീക്കർ ആയിട്ടുള്ളൊരു മൺസൂണിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ലാറ്റിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു സർക്കുലേഷൻസിന് നമ്മൾ ഹാർഡ്ലി സെല്ലുണ്ട്, ഫെറൽ സെല്ലുണ്ട്, പോളാർ സെല്ലുണ്ട്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള സർക്കുലേഷനിലാണ് നമ്മൾ വാക്കർ സെല്ല് പഠിച്ചത്. ഇത് സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിലേക്ക് ഒരു കോൾഡ് കറൻറ്റിൻ്റെ ഒരു സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഈ സൗത്ത് അമേരിക്കയിൽ നിന്നും വരുന്ന കോൾഡ് കറൻറ്റ് ഓസ്ട്രേലിയയിലെ വാം കറൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ വാമായിട്ടുള്ള എയർ അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുകയും ഇത് ആ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നതിന് കാരണമാകുന്നു. ബാക്കിയുള്ള ഡ്രൈ ആയിട്ടുള്ള എയർ എഗെയിൻ അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിച്ച് വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ ഡിസെൻഡ് ചെയ്തിട്ട് വാമൻ മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു എയർ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്, ഡിസെൻഡ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാക്കർ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ വാക്കർ സർക്കുലേഷൻ്റെ ഇൻറ്റൻസിറ്റി ആൻഡ് സ്ട്രെങ്ത്തിനെ മെഷർ ചെയ്യുന്നതിന് സദേൺ ഓക്സിലേഷൻ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നു. ഈ സദേൺ ഓക്സിലേഷൻ ഇൻഡെക്സ് പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ ഡാർവിൻ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രഷർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടും ഫ്രഞ്ച് പൊളനേഷ്യയിലെ തെഹദി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പ്രഷർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമാണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു വാക്കർ സർക്കുലേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ ഡാർവിൻ്റെ ഭാഗങ്ങളിൽ ലോ പ്രഷറും ആയിരിക്കണം, തെഹദിയുടെ ഭാഗങ്ങളിൽ ഹൈ പ്രഷറും ആയിരിക്കണം. സോ അവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു മൺസൂൺ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലവിലുള്ള വാക്കർ സർക്കുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി അതല്ലാതെ ഡാർവിൻ്റെ മേഖലകളിൽ ഹൈ പ്രഷറും തെഹദിയുടെ ഭാഗങ്ങളിൽ ലോ പ്രഷറുമാണ്
എന്താണ് ജോഗ്രഫേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നെങ്കിൽ അത് വീക്കായിട്ടുള്ളൊരു വാക്കർ സർക്കുലേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ട്രേഡ് വിൻഡുകൾ വീക്കാവുന്നതായ സിറ്റുവേഷനെ നമ്മൾ എൽനിനോ എന്ന് വിളിക്കുന്നു. ട്രേഡ് വിൻഡുകൾ വളരെയധികം സ്ട്രോങ് ആവുന്ന ഫിനോമിനയെ ലാനിന ഫേസ് എന്ന് വിളിക്കുന്നു. ട്രേഡ് വിൻഡാണ് യഥാർത്ഥത്തിൽ ഈ ഓഷ്യൻ കറൻസിനെ സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ട്രേഡ് വിൻഡിൻ്റെ വീക്കും സ്ട്രോങ്ങും ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചത് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസിനെ കുറിച്ചാണ്. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനിൽ ഹാർഡ്ലി സെല്ല് 0 to 30 ഡിഗ്രി വരെയുള്ള ഹാർഡ്ലി സെല്ല് പഠിച്ചു. 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിലുള്ള ഫെറൽ സെല്ലിനെ കുറിച്ച് പഠിച്ചു. 60 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലുള്ള പോളാർ സെല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ അതേപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഓഷ്യൻ വഴിയും അറ്റ്മോസ്ഫിയർ വഴിയുമുള്ളൊരു സർക്കുലേഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ളൊരു സർക്കുലേഷൻ ഉണ്ട്. അതാണ് വാക്കർ സർക്കുലേഷൻ എന്ന് പഠിച്ചു. അതിനകത്ത് ന്യൂട്രൽ ഫേസ്, സദേൺ ഓക്സിലേഷൻ ഇൻഡെക്സ്, ദെൻ അതുപോലെ തന്നെ എൽനിനോ ആൻഡ് ലാനിന ഫേസ്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഇപ്പം ഡാർവിൻ്റെ ഭാഗങ്ങളിൽ ലോ പ്രഷറാണ് മെഷർ ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവിടെ മൺസൂൺ സ്ട്രോങ് ആവാനാണോ സാധ്യത അതോ വീക്ക് ആവാനാണോ സാധ്യത? അത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം എന്താണ് എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് വിൻഡ് വീക്കായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഏതാണ്? ഈ സിറ്റുവേഷൻ്റെ സമയത്ത് ഓസ്ട്രേലിയയിൽ ഡ്രൗട്ടാണോ ഫ്ലഡാണോ ഉണ്ടാവുക? ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി എന്ന് പറയാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൺസൂണിൻ്റെ ഭാഗത്തെക്കുറിച്ചും അതിനെങ്ങനെയാണ് ലാനിന എൽനിന ഫേസുകൾ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഇന്ത്യൻ ജോഗ്രഫിയുടെ പാർട്ടിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. എങ്കിലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ക്ലൈമറ്റോളജിയിൽ മാർക്കുകൾ സ്കോർ ചെയ്യുന്നതിന് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. സോ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ ക്ലൈമറ്റിക് ബാലൻസ് നിലനിർത്തുന്നതിന് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. വെതർ, പ്രസിപ്പിറ്റേഷൻ പാറ്റേൺസ്, ഓഷ്യൻ കറൻസ്, ഓവറോൾ ആയിട്ട് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനെ ഒരു പ്രദേശത്തിൻ്റെ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള കണ്ടീഷനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റോളജിയിൽ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള ഓരോ ടോപ്പിക്കിനും ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.